പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണിത്. ജെറമ്യ 29 11 തിരുവചനത്തിലൂടെ ജെറമ്യ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുന്നതാണ് ഈ വചനം. ദൈവം അറിയാതെ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവമെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ചിന്തകളും ജ്ഞാനവും പ്രവർത്തന രീതിയും മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അതീതമാണ്. അവയെ അളക്കുവാൻ മനുഷ്യരിൽ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും പ്രതിസന്ധികളുമെല്ലാം ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുകയും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. അത് നമ്മുടെ സമാധാനവും സന്തോഷവും കെടുത്തുകയല്ലാതെ നമുക്ക് സമാധാനം ഒരിക്കലും ലഭിക്കുന്നില്ല. റോമ 8:28 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൽ തിന്മയായിട്ടുള്ളതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് തിന്മയായതൊന്നും ദൈവം തരികയുമില്ല. ഇപ്പോൾ നമുക്ക് തിന്മയായി തോന്നുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന കഷ്ടതകളും പ്രതിസന്ധി ഘട്ടങ്ങളും എല്ലാം നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റുകയും ചെയ്യും. നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ ആഴപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് നാം ശക്തി ആർജിക്കേണ്ടത്. റോമ 8:32 വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അതിനാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിനെ അംഗീകരിക്കുക. പിറുപിറുപ്പ് കൂടാതെ, പരാതി കൂടാതെ ദൈവം എന്താണോ നമുക്ക് നൽകുന്നത് അതനുസരിച്ച് അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് എന്ന ചോദ്യമായി നാം അലഞ്ഞു നടക്കാതെ, അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതും അപ്പോൾ മാത്രമാണ്. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി ദൈവത്തിൽ നിന്ന് വരുന്ന എന്തും, അത് സന്തോഷമായാലും സങ്കടമായി നമുക്ക് തോന്നിയാലും എല്ലാം പരാതി കൂടാതെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.